നമസ്കാരം. പതിരും കതിരും. എൻ്റെ കക്ഷിക്ക് പാമ്പ് കടിയേറ്റ് ആശുപത്രിയിലായതിനാൽ കേസ് അവധിക്ക് വയ്ക്കണമെന്നാവശ്യപ്പെട്ട് വക്കീൽ കോടതി മുമ്പാകെ ഒരു അപേക്ഷ കൊടുത്തു. അപേക്ഷ വായിച്ച ജഡ്ജി വക്കീലിനോട് ചോദിച്ചു, കേസ് തെളിവെടുപ്പിന് ലിസ്റ്റ് ചെയ്ത കാര്യം നിങ്ങൾ അറിഞ്ഞില്ലേ? അപ്പോൾ വക്കീൽ പറഞ്ഞു, യെസ് യുവർ ഓണർ, എനിക്കറിയാം. പക്ഷെ കടിച്ച പാമ്പിന് അതറിയില്ലല്ലോ. എന്തുമേതും അവധിക്ക് വയ്ക്കാൻ ഈ സർക്കാരിന് ഓരോ കാരണങ്ങളുണ്ടായിരുന്നു. ഒരു റിപ്പോർട്ട് കാലങ്ങളോളം കയ്യിൽ വെച്ച് ഞെവിടിയിട്ട് കലങ്ങിമറിഞ്ഞ രാഷ്ട്രീയ പ്രതിസന്ധി നോക്കി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന വിദ്യ ഈ കാരണഭൂതനോട് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. കേരളീയവും മാനവീയവും നവകേരള സദസ്സും പോലെ ഈ സർക്കാരിന് റിപ്പോർട്ടിന്മേലും ഒരാഘോഷം നടത്തേണ്ടതുണ്ട്. നവകേരളത്തിന് ബസ് വാങ്ങി ടൂർ പോയിട്ടാണ് ആഘോഷം നടത്തിയതെങ്കിൽ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെ കോൺക്ലേവ് നടത്തിയാണ് ഇവർ ആഘോഷിക്കാൻ പോകുന്നത്. വേലന് കലി കയറുകയാലേ പോവതു തലകോഴിക്കല്ലേ. ഇതായിരിക്കുന്നു അവസ്ഥ. ഏതവൻ പെണ്ണ് പിടിച്ചാലും ആർക്ക് അധികാരഭ്രമമുണ്ടായാലും നാട്ടുകാരൻ്റെ നികുതിപ്പണം പോകും. ഇരകളും വേട്ടക്കാരും ഒന്നിച്ചിരുന്ന് കോൺക്ലേവ് നടത്തിയിട്ട് വല്ല കാര്യവുമുണ്ടോ എന്നാണ് നടി പാർവതി പരിഹാസത്തോടെ ചോദിക്കുന്നത്. ആ പവർ ഗ്രൂപ്പിനെ നേരിടുമെന്നും പാർവതി തിരുവോത്ത് തൻ്റെ ഇടത്തോടെ പറയുന്നു. ഈ പാർവതിയുടെ മൂക്കൂത്തിയുടെ തിളക്കം പോലും നിങ്ങളുടെ തലയിലിരിക്കുന്ന മരതകം പതിച്ച കിരീടത്തിന് ഇല്ലല്ലോ സർക്കാരെ. ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഒരൊറ്റ വരി പോലും വായിക്കുകയോ അതിനുള്ളിൽ കുന്തമാണോ കുടച്ചക്രമാണോ എന്നറിയുകയും ചെയ്യാത്ത സജി ചെറിയാൻ ഉടനടി ഒരു പ്രഖ്യാപനം അങ്ങ് നടത്തി. നമുക്കൊരു കോൺക്ലേവ് അങ്ങ് നടത്താം. വരാലുകറിയും കോഴി ബിരിയാണിയും മട്ടൺ ഒലത്തിയതും കൂട്ടിയുള്ള ഉച്ചയൂണ് സമാപിക്കുന്നതോടെ സിനിമാ മേഖലയിലെ സകല പ്രതിസന്ധികൾക്കും പരിഹാരമാകും. ഇരകൾ തൻ്റെ ഇടത്തോടെ പുറത്തു വന്ന് മൊഴി കൊടുത്താൽ കേസെടുക്കാമെന്നാണ് സർക്കാരിൻ്റെ വാഗ്ദാനം. കട്ട സഖാവായ നിങ്ങളുടെ ഗായത്രി വർഷ പുറത്തു വന്ന് ഒരു സംവിധായകനെതിരെ നല്ലൊരു മൊഴി നൽകിയിട്ടുണ്ടല്ലോ. അത് വെച്ചൊരു കേസ് ആദ്യം ഫ്രെയിം ചെയ്ത് ഉദ്ഘാടനം നടത്തണം. പുറത്ത് കടിച്ചു കീറാനായി വേട്ടക്കാരൻ നിൽക്കുമ്പോൾ ഒരിരയും മാളത്തിൽ നിന്നും പുറത്തിറങ്ങില്ലെന്ന് ഈ സർക്കാരിന് നല്ലതുപോലെ അറിയാം. അത്രയ്ക്ക് സ്ത്രീ സൗഹൃദമാണല്ലോ നമ്മുടെ ഈ സർക്കാർ. കോൺക്ലേവിൽ മുഖ്യമന്ത്രി ഒരു പ്രസംഗം നടത്തും. ആദ്യകാല നടിയായ PK റോസി അനുഭവിച്ച കഥകൾ മുതൽ പറഞ്ഞു തുടങ്ങും. സർക്കാരിൻ്റെ ഇച്ഛാശക്തിയെപ്പറ്റി പിണറായി വിജയൻ 4 കവിൾ വർത്തമാനം പറയും. വിരൽത്തുമ്പ് കൊണ്ടുപോലും പരിശുദ്ധരായ പ്രമുഖ നടന്മാരെല്ലാം പ്രസംഗിക്കും. സിനിമയിൽ നിന്നും തങ്ങൾക്ക് കിട്ടിയ നല്ല അനുഭവങ്ങൾ പങ്കുവയ്ക്കും. ആത്മയുടെയും അമ്മയുടെയും വേണ്ടി വന്നാൽ അമ്മയുടെ നായരുടെയും പ്രമുഖർ സ്ത്രീ സുരക്ഷയെപ്പറ്റി ക്ലാസ് എടുക്കും. WCCയിലെ പേരില്ലാത്ത സ്ഥാപകാംഗം താൻ സിനിമയിൽ അനുഭവിച്ച സുരക്ഷയെപ്പറ്റി വിശദീകരിക്കും. സിനിമാ വ്യവസായം നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി സജി ചെറിയാൻ ഊന്നി പറയും. നടിമാർക്ക് മൂത്രമൊഴിക്കാൻ ഇനി മുതൽ തുണിമറവ് പാടില്ലെന്നും സർക്കാർ വക ഈ ടോയ്ലറ്റുകൾ ക്രമീകരിക്കുമെന്നും വാഗ്ദാനം നൽകും. മേലിൽ ഒരു നടനും ഒരു തുള്ളി ചൂടുവെള്ളം ചോദിച്ചു പോലും ഒരു നടിയുടെയും വാതിലിൽ മുട്ടരുതെന്ന് ഏകകണ്ഠമായി കോൺക്ലേവ് തീരുമാനിക്കും. എല്ലാ മുറികളിലും അതിനായി കോളിംഗ് ബെൽ സ്ഥാപിക്കും. ദാഹം തോന്നുന്നവർക്ക് അതിൽ വിരലമർത്താം. തുറന്നു കിട്ടിയാൽ ഭാഗ്യം. പ്രതികാരത്തിൻ്റെ ഭാഗമായി നടികളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ഇനി മുതൽ 5 ടേക്കിൽ കൂടുതൽ പാടില്ലെന്ന് സംവിധായകർക്ക് നിർദ്ദേശം നൽകും. സംവിധായക രംഗത്തെ കമലന്മാർ അത് കേട്ട് കൈയടിച്ച് പാസാക്കും. അഥവാ ഇനി പെർഫെക്ഷന് വേണ്ടി കൂടുതൽ ടേക്ക് എടുക്കാൻ സർക്കാരിൻ്റെ അനുമതി വേണ്ടി വരും. ഒരു ടേക്കിന് 10,000 രൂപ വീതം സർക്കാരിലേക്ക് ഫീസ് അടയ്ക്കേണ്ടി വരും. പീഡന ശ്രമങ്ങൾ എന്തെങ്കിലും സെറ്റിലുണ്ടായാൽ തീവ്രത അളക്കാൻ CPM മാതൃകയിൽ AK ബാലൻ മോഡൽ കമ്മീഷനെ വയ്ക്കും. ഒരു വ്യവസായത്തിനായി എല്ലാവരും കുറെ ത്യാഗങ്ങൾ സഹിക്കണമെന്ന് മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്യുന്നതോടെ കാരണഭൂത ഗീതങ്ങൾ ചൊല്ലി കോൺക്ലേവ് അവസാനിക്കുകയായി. 1 കോടി മുടക്കി ഉണ്ടാക്കിയ റിപ്പോർട്ടിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ശുപാർശയില്ലാത്തതിനാൽ സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നാണ് ഇപ്പോൾ പറയുന്നത്. സോളാർ കമ്മീഷൻ റിപ്പോർട്ടിൽ ഇരയനുഭവിച്ച ഓരോന്നിനും എണ്ണി കേസെടുക്കാൻ നിർദ്ദേശിച്ച സർക്കാരാണിത്. ആരോഗ്യമന്ത്രി കോൺക്ലേവിൽ പ്രസംഗിക്കാതിരിക്കില്ല. ആരോഗ്യമാണല്ലോ സകലതിൻ്റെയും അടിസ്ഥാന ശില. സിനിമാ മേഖലയിലെ ചൂഷണവും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും അവസാനിപ്പിക്കാൻ പുതിയ സിനിമാ നയം ഉണ്ടാക്കുമെന്നാണ് മന്ത്രി വീണ പ്രതികരിച്ചിട്ടുള്ളത്. കേട്ടാൽ തോന്നും
IPCയിലും BNSലും ഒന്നും വകുപ്പില്ലാത്തതുകൊണ്ടാണ് വേട്ടക്കാരിങ്ങനെ അഴിഞ്ഞാടുന്നതെന്നാണ്. ഇനി പുതിയതുണ്ടാക്കും പോലും. ആരോഗ്യമേഖലയിലെ ചൂഷണമൊക്കെ ഈ മന്ത്രി മിനിറ്റ് വെച്ച് അവസാനിപ്പിച്ചത് നമ്മൾ കണ്ട് കോരിത്തരിച്ചതാണ്. ഈ സിനിമാ മേഖലയൊന്ന് നന്നായിട്ട് വേണം പാവങ്ങൾക്ക് മരുന്നും പഞ്ഞിയും പാരസെറ്റമോളും നൽകാൻ. സിനിമയായാലും രാഷ്ട്രീയമായാലും സാഹിത്യമായാലും സുഖിക്കാനുള്ളവന്മാർ ചാവുന്നതിൻ്റെ തലേന്ന് വരെ സുഖിച്ചുകൊണ്ടിരിക്കും. അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവർ ആത്മബലം കൊണ്ടോ ആയുസിൻ്റെ ഗുണം കൊണ്ടോ കുറേ കാലം കൂടി ജീവിച്ചിരിക്കും. ജീവിതകാലത്തൊരിക്കലും തള്ളയ്ക്ക് തൊള്ളി വെള്ളം കൊടുക്കാത്തവനും അവർ ചത്തു കഴിയുമ്പോൾ മാതൃഭക്തിയാൽ നാട്ടുകാരെ വിളിച്ചുകൂട്ടി 16 അടിയന്തരം നടത്തുന്ന ഒരു പരിപാടിയുണ്ട്. ഇതുപോലെയാണ് ഈ സർക്കാരിൻ്റെ കോൺക്ലേവും നവകേരള സദസ്സുമൊക്കെ. ആളെ വിളിച്ചുകൂട്ടി ഒരില ചോറ് നൽകുന്നവരെല്ലാം വലിയ ആളുകളാണല്ലോ. ഈ കോൺക്ലേവ് കഴിഞ്ഞിട്ട് വേണം കേരളത്തിന് ഒത്തൊരുമിച്ചൊരു സിനിമാ ഏമ്പക്കം വിടാൻ.